ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മോശം പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിലെ നായകനായ അഡ്രിയൻ ലൂളയും മോശം പെർഫോമൻസ് ആയിരുന്നു ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. ഗോളുകളൊന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ സ്വന്തമാക്കാനായി അഡ്രിയൻ ലൂളക്ക് സാധിച്ചിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സുമായി നിലവിൽ കോൺട്രാക്റ്റുള്ള അഡ്രിയൻ ലൂള ഈ സീസണിലെ അവസാന ഹോം മത്സരം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമ്പോൾ അഡ്രിയൻ ലൂള എന്നുള്ള ചോദ്യത്തിന് അഡ്രിയൻ ലൂള മറുപടി പറഞ്ഞിരുന്നു, താൻ ഈ ഒരു സീസൺ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത സീസണിൽ തുടരലിനെ കുറിച്ച് തീരുമാനിക്കുക എന്നാണ് അഡ്രിയൻ ലൂള മറുപടി പറഞ്ഞത്. ഇപ്പോൾ ഇതാ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുകയാണ്. IFT ന്യൂസ് മീഡിയ റിപ്പോർട്ടിൽ പറയുന്നു, ബ്ലാസ്റ്റേഴ്സും അഡ്രിയൻ ലൂളയും തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അഡ്രിയൻ ലൂളിനെ അറിയിച്ചു കഴിഞ്ഞു. മറ്റ് ഓപ്ഷൻസ് നോക്കിക്കോളൂ. അടുത്ത സീസണിൽ അഡ്രിയൻ ലൂളക്ക് ക്ലബിൻ്റെ പ്ലാനിൽ സ്ഥാനമില്ല എന്നുള്ളത് അഡ്രിയൻ ലൂളിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് 2 ISL ക്ലബ്ബുകൾ അഡ്രിയൻ ലൂളിനെ ടീമിലെത്തിക്കാനായി ശ്രമിക്കുന്നു എന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. FC ഗോവയും മുംബൈ സിറ്റി FCയും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. അവർ ടീമിലെത്തിക്കാൻ സാധ്യതയുണ്ട് അഡ്രിയൻ ലൂളിനെ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.